الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهدي ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ പടച്ച റബ്ബിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്നും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി ഈമാനും തഖ്വയും കൈവരിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മഹാനായ സ്വഹാബി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന സയ്യിദൽ അയ്യാം യൗമൽ ജുമുഅ, ദിവസങ്ങളുടെ നേതാവ് വെള്ളിയാഴ്ച ദിവസമാണ്. വസയ്യിദു ശുഹൂർ ഷഹ്റു റമളാൻ, എന്നാൽ മാസങ്ങളുടെ നേതാവ് പരിശുദ്ധമായ റമളാനാണ്. പരിശുദ്ധ റമളാനിലെ ഏറ്റവും പവിത്രമായ വെള്ളിയാഴ്ച ദിവസത്തിലെ ഒരു സുദിനത്തിൽ അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് വളരെ വേഗത്തിൽ വന്നു ചേരാൻ നമുക്കൊക്കെ ഭാഗ്യം അള്ളാഹു പ്രദാനം ചെയ്തു. ആ നിലക്ക് നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതുമായ കർമ്മങ്ങൾ നമ്മിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മഹദി
ആയിഷ റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മയാണ്. നമ്മുടെ ഉമ്മ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അറഅയ്ത ഇൻ അലിംത അയ്യു ലൈലത്തിൻ ഫീ ലൈലത്തിൽ ഖദർ, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാവിൽ അവിടുന്ന് പ്രവാചകരെ ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, പറയേണ്ടത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുമ്പോൾ റസൂലുള്ള പറഞ്ഞു, ഖൂലി, ആയിഷ നീ പറയണം, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ, അല്ലാഹുവേ നീ അഫുവാണ്, നീ മാപ്പ് നൽകുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, നീ മാപ്പിനെ ഇഷ്ടപ്പെടുന്നവനാണ്, എല്ലാവർക്കും മാപ്പ് നൽകാൻ നിനക്കിഷ്ടാണ്. ഫഅഫു അന്നി, അതുകൊണ്ട് നാദാ എമ്പാടും തെറ്റുകൾ എൻ്റെ ജീവിതത്തിൽ ചെയ്തു പോയിട്ടുണ്ട്, നീ എനിക്ക് മാപ്പ് നൽകണം എന്ന പ്രാർത്ഥന അവിടുന്ന് പ്രാർത്ഥിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളുടെ ഉമ്മയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ആവർത്തിച്ച് പരിശുദ്ധ റമളാനിൻ്റെ കഴിഞ്ഞുപോയ എത്രയോ റമളാനുകളിൽ നമ്മൾ അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് നമ്മളൊക്കെ ധാരാളം തവണ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ പ്രാർത്ഥന മനസ്സറിഞ്ഞ് ബോധ്യപ്പെട്ട് ബോധ്യത്തോടുകൂടി അള്ളാഹുവിനോട് ഈ പ്രാർത്ഥന ഉരുവിടാൻ സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവൻ അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ, അല്ലാഹുവേ നീ അഫുവാണ് എന്ന് പറയുന്ന ഒരു വിശ്വാസി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ, അത് ബോധ്യത്തോടെ, യഥാർത്ഥ ബോധത്തോടെയാകണം നമ്മൾ ഉച്ചരിക്കേണ്ടുന്നത്. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ, അല്ലാഹുവേ നീ അഫുവാണ്. അള്ളാഹുവിൻ്റെ ഒട്ടനവധി ഇസ്മുകളും സിഫാത്തുകളും അള്ളാഹുവിൻ്റെ ഖുർആൻ പരിശോധിച്ചാൽ സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ആ ഒരു അർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഒരു ഇസ്മ വെച്ചിട്ടാണ് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ, അള്ളാഹുവേ നീ അഫുവാണ്, നീ മാപ്പ് നൽകുന്നവനാണ്. അള്ളാഹുവിൻ്റെ ഇസ്മിനെ അറിഞ്ഞുകൊണ്ട് ഒരു സത്യവിശ്വാസി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഖുർആനിൽ ഒരുപാട് നാമങ്ങളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ഖുർആൻ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും. എന്നാൽ അഫു എന്ന അള്ളാഹുവിൻ്റെ ഇസ്മ ഖുർആനിൽ 5 സ്ഥലങ്ങളിലാണ് ഖുർആൻ പരാമർശിച്ചിട്ടുള്ളത്. സൂറത്തു നിസായിൽ 3 തവണയും, സൂറത്തു തൗബയിൽ ഒരാവർത്തിയും, സൂറത്തുൽ മുജാദലയിൽ ഒരാവർത്തിയും അള്ളാഹു അഫുവ് എന്ന പദം പ്രയോഗിച്ചത് കാണാൻ കഴിയും. അങ്ങനെ 5 സ്ഥലങ്ങളിൽ ഖുർആൻ പഠിപ്പിച്ച ഈ അഫുവ് നമ്മൾ പരിശോധിച്ച് പഠിച്ചു വേണം അള്ളാഹുവിനോട് അഫുവാണ്, നീ എനിക്ക് അഫുവ് നൽകണം, മാപ്പ് നൽകണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്നത്. ഖുർആനിലെ സൂറത്തു നിസായിലെ 4 സ്ഥലങ്ങളിൽ നമുക്ക് കാണാം അഫുവുൻ ഗഫൂർ എന്നതാണ് ഖുർആൻ പറഞ്ഞത്. അഫു എന്നത് 4 സ്ഥലങ്ങളിൽ പ്രയോഗിച്ചത് അഫുവുൻ ഗഫൂർ, അള്ളാഹു അഫുവാണ്, മാപ്പ് നൽകുന്നവനാണ്, അങ്ങേറ്റം പാപങ്ങൾ പൊറുക്കുന്നവനാണ് എന്ന സ്ഥലത്ത് ഖുർആൻ അഫു എന്ന് പറഞ്ഞ 4 സ്ഥലങ്ങൾ. ഇനി ഒരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞത് അഫുവുൻ ഖദീർ, അള്ളാഹു അങ്ങേയറ്റം മാപ്പ് നൽകുന്നവനാണ്, എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്നതാണ് ഖുർആൻ പഠിപ്പിച്ച പ്രയോഗം. അഫുവ്, അള്ളാഹു അഫുവാണ്. സഹോദരങ്ങളെ, അള്ളാഹു മാപ്പ് നൽകുന്നവനാണെങ്കിൽ റബ്ബിൻ്റെ മാപ്പ് ജീവിതത്തിൽ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞാനും നിങ്ങളും. എന്നാൽ സഹോദരങ്ങളെ, എങ്ങനെയാണ് റബ്ബിൻ്റെ മാപ്പ് നമുക്ക് ലഭിക്കുന്നത്? റബ്ബിൻ്റെ മാപ്പ് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ പടപ്പുകളോട് മാപ്പ് കൊടുക്കാൻ പഠിച്ചിരിക്കണം എന്ന പാഠമാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ നൽകുന്നത്. നമ്മളോടൊപ്പം ജീവിക്കുന്ന എത്രയെത്ര മനുഷ്യന്മാർ, എന്നാൽ റബ്ബിൻ്റെ മാപ്പ് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മളോടൊത്ത് സഹകരിക്കുന്ന ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ, മാപ്പ് ചെയ്യാൻ ഞാനും നിങ്ങളും തയ്യാറായിട്ടില്ലെങ്കിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അള്ളാഹുവിനോട് എത്ര രാത്രി റബ്ബിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചാലും അള്ളാഹു നമുക്ക് മാപ്പ് നൽകില്ല എന്നത് നമ്മൾ അറിയേണ്ടതുണ്ട്. സൂറത്തു നിസായിൽ 3 തവണ അള്ളാഹു അഫുവാണ് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. സൂറത്തു നിസാ നമുക്കറിയാം, സ്ത്രീകളുമായി ബന്ധപ്പെട്ട ധാരാളം വിഷയങ്ങൾ അവിടെ പരാമർശിക്കുന്നുണ്ട്. അവിടെ ഖുർആൻ പരാമർശിച്ച ഒരു വിഷയം, തൻ്റെ ഭാര്യയോട് തെറ്റിപ്പിരിഞ്ഞ് നിസ്സാരമായ വിഷയത്തിൻ്റെ പേരിൽ തൻ്റെ ഭാര്യയോട് വഴക്കിട്ട് പിണങ്ങി ഒരു തെറ്റ് പുറത്തു കൊടുക്കാതെ കഴിഞ്ഞുകൂടുന്ന ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ തൻ്റെ പള്ളിയിലേക്ക്, അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് വന്നിരുന്ന്
റബ്ബിനോട് കൈകൾ ഉയർത്തി അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നൊരാൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന വ്രതാവിലാണ്, അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്തില്ല. നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം, മാപ്പ് ചെയ്യണം. എന്തിന്? ഖുർആൻ പറഞ്ഞത് വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദി, തൻ്റെ അടിമകളുടെ, തൻ്റെ ദാസന്മാരുടെ പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ അള്ളാഹുവാണ്. നമുക്ക് മാപ്പ് നൽകേണ്ടവൻ, നമ്മളെ ഏറെ ഇഷ്ടപ്പെടേണ്ടവൻ, നമ്മളെ സൃഷ്ടിച്ച പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ പടച്ച റബ്ബാണ്. അങ്ങനെ മാപ്പ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ പടപ്പുകൾക്ക്, മുഴുവൻ സഹോദരങ്ങൾക്കും മുഴുവൻ സഹോദരിമാർക്കും നമ്മളോടൊപ്പം ജീവിക്കുന്നവർക്കും മാപ്പ് നൽകാൻ, മനസ്സു തുറന്ന് എല്ലാവർക്കും മാപ്പാക്കി കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, സഹോദര വിട്ടുവീഴ്ച ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന വ്രതാവിലാണ് എന്നത് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ സംഭവം നമുക്കറിയാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകളാണ് ആയിഷ റളിയല്ലാഹു അൻഹ. അവിടുന്ന് ആയിഷ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് അപവാദ പ്രചരണം നടത്തി. ആ സന്ദർഭത്തിൽ ചിലവിന് കൊടുക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു കുടുംബത്തിന് അവിടുന്ന് ചിലവിന് കൊടുക്കുന്നുണ്ടായിരുന്നു. ആ കുടുംബമാണ് അപവാദ പ്രചരണത്തിന് നേതൃത്വം കൊടുത്തത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു, ഇനി നിങ്ങൾക്ക് ചിലവിന് നൽകില്ല എന്ന തീരുമാനം അവിടുന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എടുക്കുമ്പോൾ അള്ളാഹു തിരുത്തുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു ഫൽയഅഫു വൽയസ്ഫഹു, നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കണം. അവരെന്തും പറയട്ടെ, അപവാദ പ്രചരണങ്ങൾ എന്തും പറഞ്ഞു പ്രചരിപ്പിക്കട്ടെ. ഫൽയഅഫു വൽയസ്ഫഹു, അബൂബക്കർ മാപ്പ് കൊടുക്കണം, വിട്ടുവീഴ്ച ചെയ്യണം. അലാ തുഹിബ്ബൂന അയ്യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? എന്താ പറഞ്ഞത് ഖുർആൻ? അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പാപങ്ങൾ പുറത്തു കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കണം. നമ്മളെക്കുറിച്ച് അപവാദ പ്രചരണം നടത്തി നമ്മളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട്, നമ്മളെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. എന്തു പ്രയാസം ആരും നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മാപ്പ് കൊടുക്കാൻ, എല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്യാൻ സഹോദരങ്ങളെ സാധിക്കുന്നവനാണെങ്കിൽ അവനാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള മാപ്പ് ലഭിക്കുന്നത്. എത്രയോ ആളുകൾ തെറ്റിപ്പിരിഞ്ഞു നിൽക്കുന്നുണ്ട്, രക്തബന്ധത്തിലുള്ള ആളുകളുണ്ട്, പരസ്പരം നിസ്സാര പ്രശ്നത്തിൻ്റെ പേരിൽ എത്രയോ കാലങ്ങളായി മിണ്ടാതെ കഴിയുന്ന കുടുംബനാഥന്മാരുണ്ട്. ഭാര്യയും ഭർത്താവുമുണ്ട്, വാപ്പയും മക്കളുമുണ്ട്, ഉമ്മയും മക്കളുമുണ്ട്, ജ്യേഷ്ഠനും അനുജനുമുണ്ട്, അങ്ങനെ ആദർശ സുഹൃത്തുക്കളുണ്ട്. എത്ര ആളുകളാണ് സഹോദരങ്ങളെ വിട്ടുവീഴ്ച ചെയ്യാത്ത, നിസ്സാര പ്രശ്നത്തിൻ്റെ പേരിൽ ഒന്ന് മുഖത്തു നോക്കി ചിരിക്കാൻ പോലും കഴിയാതെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ട്. അവരൊക്കെ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന പ്രാർത്ഥന വെറുതെയായി പോകും. സഹോദരങ്ങളെ, തൗബ ചെയ്യാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ, വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കണം. തൗബതൻ നസൂഹ, നിഷ്കളങ്കമായ നിലക്ക് ജീവിതത്തിൽ ചെയ്തു പോയ തിന്മകൾ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് പാപങ്ങൾ പുറത്തു കിട്ടാൻ നമ്മൾ പ്രാർത്ഥിക്കണം. പലപ്പോഴും മുസ്ലിം സമൂഹത്തിന് എങ്ങനെ തൗബ ചെയ്യണം എന്നതുപോലും നമുക്കറിയില്ല. റമദാനിൻ്റെ പിന്നിട്ട 20 ദിനരാത്രങ്ങൾ, ഈ ദിനരാത്രങ്ങളിൽ എത്ര കണ്ട് കരഞ്ഞുകലങ്ങിയ കണ്ണുകളുമായി സൃഷ്ടിച്ച നാഥൻ്റെ മുമ്പിൽ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ച് നമുക്ക് ഇസ്തിഗ്ഫാർ നേടാൻ, തൗബ നേടിയെടുക്കാൻ സഹോദരങ്ങളെ കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിൽ ഒന്നാമത്തെ സൃഷ്ടി ആദം നബി അലൈഹിസ്സലാമയെ സൃഷ്ടിച്ച ആ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ പടച്ച റബ്ബ് ഇന്ന ഖനി ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞു. എന്നാൽ പിശാചിൻ്റെ പ്രേരണ നിമിത്തം അവിടുന്ന് ആദം നബി അലൈഹിസ്സലാമയും നമ്മളുടെ വാപ്പയും നമ്മളുടെ ഉമ്മയും ആ കായ ഭക്ഷിച്ചു പോയി, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. തെറ്റു സംഭവിച്ചു, എന്തു ചെയ്യണമെന്നറിയില്ല. അവിടെയാണ് ഖുർആൻ പറഞ്ഞത് ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി. അവിടെ ഖുർആൻ പറഞ്ഞത് നിസ്കാരത്തെക്കുറിച്ചല്ല. ആദ്യത്തെ മനുഷ്യന്, ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ച ആദ്യത്തെ മനുഷ്യന് തൗബയുടെ പാഠം അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കാണ്. നിസ്കാരത്തെക്കുറിച്ചോ നോമിനെക്കുറിച്ചോ സകാത്തിനെക്കുറിച്ചോ ഹജ്ജിനെക്കുറിച്ചോ അല്ല, എങ്ങനെ തൗബ ചെയ്യണം എന്നത് നമ്മളുടെ ഉപ്പയ്ക്ക് വാപ്പയ്ക്ക്
കൃത്യമായി അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കാണ്. ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ, എങ്ങനെ പ്രാർത്ഥിക്കണമെന്നത് ആദം നബി അലൈഹിസ്സലാമക്ക് അറിയില്ല, അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു. ഫതാബ അലൈഹി, അത് വെച്ച് പശ്ചാത്തപിച്ചു എന്നതാണ് ഖുർആൻ പറഞ്ഞത്. എന്താ പ്രാർത്ഥിച്ചത്? റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. എന്താ ഖുർആൻ പറഞ്ഞത്? റബ്ബനാ ളലംനാ അൻഫുസനാ, ഞങ്ങളോട് തന്നെ തെറ്റു ചെയ്തു പോയി. നമ്മളുടെ വാപ്പയും ഉമ്മയും തെറ്റു ചെയ്തു പോയത് അള്ളാഹുവിനോട് സമ്മതിക്കുകയാണ്. അള്ളാഹുവെ, ഞങ്ങളോട് ദുൽമ പ്രവർത്തിച്ചു പോയി. വഇല്ലം തഗ്ഫിർ ലനാ, അള്ളാഹുവെ നീ ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, നീ ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്തിട്ടില്ലെങ്കിൽ, നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ തീരാ നഷ്ടത്തിലായി പോകും. എത്ര ആളുകൾ ഖുർആൻ പഠിപ്പിച്ച ഈ തൗബയുടെ വാചകം, നമ്മളുടെ വാപ്പയെ അള്ളാഹു നേർക്കുനേരെ പഠിപ്പിച്ച ഈ തൗബയുടെ വാചകം എത്ര ആവർത്തി ഈ റമളാനിന്റെ പിന്നിട്ട ദിനരാത്രങ്ങളിൽ കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ടോ? ജീവിതത്തിൽ എന്തിനു പ്രാർത്ഥിക്കണം, എന്തിന് തൗബ ചെയ്യണം? ജീവിതത്തിൽ തോറ്റുപോകാതിരിക്കാൻ, ജീവിതത്തിൽ പരാജയം വരരുത്. കുറെ കൊല്ലം ഇവിടെ ജീവിച്ചു, 60, 70, 80 കൊല്ലം ഈ ദുനിയാവിൽ റബ്ബിന്റെ തൗഫീക്ക് കൊണ്ട് റബ്ബിന്റെ നിഅമത്തുകൾ ആസ്വദിച്ച് ജീവിച്ച് ജീവിതം പരാജയപ്പെടരുത്, ജീവിതം നഷ്ടാകരുത്. ഒരു പരലോകമുണ്ട്. വിശ്വാസികളുടെ ഗുണമായി അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് എന്താ? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, ഇദാ വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞു. സൂറത്തുൽ മുഅ്മിനൂൻ പഠിക്കുന്ന സത്യവിശ്വാസികളെ എന്താ ഖുർആൻ പറഞ്ഞത്? വിജയിച്ച സത്യവിശ്വാസികളുടെ ഗുണങ്ങൾ അള്ളാഹു എണ്ണി പറഞ്ഞു. അവസാനം ഖുർആനിന്റെ ആയത്ത്, ആ സൂറത്ത് അവസാനിപ്പിക്കുന്നത് റബ്ബിഗ്ഫിർ വർഹം വഅൻത ഖൈറുർ റാഹിമീൻ, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പുറത്തിരണം. റബ്ബിഗ്ഫിർ വർഹം, നിന്റെ റഹ്മത്ത് നീ ചൊരിഞ്ഞു തരണം. വഅൻത ഖൈറുർ റാഹിമീൻ, നീ അങ്ങേയറ്റം കാരുണ്യവാനിൽ കാരുണ്യം നിറഞ്ഞവനാണ്. അത്തരം ഒരു റബ്ബിനോട് മനസ്സറിഞ്ഞു പ്രാർത്ഥിക്കാൻ അള്ളാഹു പഠിപ്പിച്ച വിജയിക്കണോ, വിശ്വാസിയായി വിജയിച്ച് റബ്ബിനെ കണ്ടുമുട്ടണോ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഖുർആൻ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ഖുർആൻ എത്ര പ്രാർത്ഥനകൾ പഠിപ്പിച്ചു സഹോദരങ്ങളെ. നെഞ്ചത്തു കൈവച്ച് നമ്മളോട് ചോദിക്കേണ്ടുന്ന ചോദ്യം, ഖുർആൻ പഠിപ്പിച്ച ഈ പ്രാർത്ഥനകളൊക്കെ ഒരു റമളാൻ കിട്ടിയിട്ട് നമ്മളുടെ പാപം പൊറുക്കപ്പെടാതെ റബ്ബിൻ്റെ അടുക്കലേക്ക് യാത്ര പോകുന്ന അവസരം ഉണ്ടാകരുത് സഹോദരങ്ങളെ. തൗബയെക്കുറിച്ച് ഖുർആൻ 80 സ്ഥലങ്ങളിലാണ് പഠിപ്പിച്ചത്. തൗബയുടെ വാചകങ്ങൾ താബ താബ താബു തൗബതൻ എന്ന് തുടങ്ങുന്ന ഖുർആനിൽ 80 സ്ഥലങ്ങളിൽ അള്ളാഹു തൗബയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. എന്തിന് അള്ളാഹുവിനോട് തൗബ ചെയ്യണം, എന്തിന് പശ്ചാത്തപിച്ചു മടങ്ങണം? സഹോദരങ്ങളെ, വലിയ ദുരന്തത്തെ കാത്തിരിക്കുന്നവിടെയാണ് ഞാനും നിങ്ങളും. ആലോചിക്കണം, ഈ പ്രപഞ്ചത്തിൽ എത്രയോ ദുരന്തങ്ങളുണ്ടായി, എത്രയോ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളുണ്ടായി. എല്ലാം ഒലിച്ചുപോയി. ഒരു നിമിഷം കൊണ്ട് കണ്ണടച്ച് തുറക്കുന്ന ഒരവസ്ഥയിൽ എല്ലാം നശിച്ചുപോയ ദുരന്ത വാർത്തകൾ ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ താങ്ങായി തണലായി നമ്മെ ആശ്വസിപ്പിക്കാൻ, നമ്മളുടെ കൈപിടിക്കാൻ, നമുക്ക് കൈത്താങ്ങായി നമ്മളുടെ സഹോദരങ്ങൾ വരും, ഭക്ഷ്യക്കിറ്റുമായി വരും, വീടുണ്ടാക്കി തരാൻ വരും. എന്നാൽ എല്ലാവരും എല്ലാ സമാധാനത്തിനും നമ്മളോടൊപ്പം ഉണ്ടാകും. എന്നാൽ സഹോദരങ്ങളെ അറിയണം എന്തിന് പശ്ചാത്തപിക്കണമെന്നത്. നോക്കണം, ഖുർആൻ പറഞ്ഞത് മഹാവിപത്ത് വരുന്ന ഒരു ദിവസം. വമ്പിച്ച മഹാവിപത്ത് നിങ്ങൾ ഏൽക്കേണ്ടി വരുന്ന ഒരു ദിവസം. അന്നവൻ പ്രവർത്തിച്ചത് റബ്ബിനോട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, പ്രപഞ്ചത്തിന്റെ നാഥന്റെ മുമ്പിൽ സധൈര്യം നിൽക്കാൻ കഴിയും. അല്ലാത്തവൻ ചെയ്തു കൂട്ടിയതുമായി റബ്ബിന്റെ മുമ്പിൽ നിൽക്കും. അവന്റെ മുമ്പിലേക്ക് അള്ളാഹു നരകത്തെ തുറന്നു വെക്കും. എന്നിട്ടോ ആരാണോ അതിക്രമിയായി ഈ ഭൂമിയിൽ ജീവിച്ചത്, റബ്ബിന്റെ കൽപ്പനകൾ പാലിച്ചു ജീവിക്കാതെ യഥേഷ്ടം തോന്നിയതുപോലെ തോന്നിയ തന്നിഷ്ടപ്രകാരം ജീവിച്ചവൻ ആരാണോ, ഈ ദുനിയാവിന്റെ ജീവിതമാണ് വലിയ വിലപ്പെട്ടത്. ഇവിടെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് അർമാദിച്ച് ജീവിച്ചവരെ ഖുർആൻ പറയാണ്, ഇങ്ങനെ തന്നിഷ്ടപ്രകാരം തോന്നിയതുപോലെ റബ്ബ് ചെയ്തു തന്ന അനുഗ്രഹങ്ങളൊക്കെ ആസ്വദിച്ചിട്ട് റബ്ബിനെ മറന്നു ജീവിച്ചവരെ
എന്താണ് ഖുർആൻ പറഞ്ഞത്? വആസറൽ ഹയാത്തദ് ദുനിയ സുമ്മൽ ജഹീമ ഹിയൽ മഅവാ. അവർക്കാണ് അല്ലാഹുവിൻ്റെ അടുക്കൽ നരകം ഒരുക്കി വെച്ചിട്ടുള്ളത്. പാപങ്ങൾ പുറത്തു കിട്ടാതെ റബ്ബിൻ്റെ അടുക്കലേക്ക് തിരിച്ചു യാത്ര ചെയ്താൽ സഹോദരങ്ങളെ, ഓരോ അനുഗ്രഹങ്ങൾക്കും എണ്ണി എണ്ണി അള്ളാഹുവിനോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും സഹോദരങ്ങളെ. അതുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. പശ്ചാത്തപിച്ചു മടങ്ങണം. പ്രായച്ചിത്തം നൽകും എന്നതിനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഈ ദുനിയാവിൽ പലപ്പോഴും പലതും തിന്മകൾ ചെയ്തു പോയപ്പോൾ അതാരും അറിയാതിരിക്കാൻ, മാലോകരുടെ മുമ്പിൽ ഇതൊന്നും മൂടിവെക്കാൻ പ്രായശ്ചിത്തം കൊടുക്കുന്നവരുണ്ട്. ലക്ഷങ്ങൾ കൊടുക്കും, കോടികൾ കൊടുക്കും. എന്തേ? ഇത് ആളുകളുടെ മുമ്പിൽ തലയിൽ തുണിയിട്ട് നടക്കാതിരിക്കാൻ, മാലോകരുടെ മുമ്പിൽ ഒന്ന് ഞെളിഞ്ഞു നടക്കാൻ പ്രായശ്ചിത്തം കൊടുക്കും. എന്നാൽ പരലോകത്ത് ഒന്നും ഉപകരിക്കില്ല. എന്ത് കൊടുക്കാമെന്ന് പറഞ്ഞാലും ഖുർആൻ പഠിക്കുന്നവരെ മനസ്സിലാക്കണം. ഖുർആൻ പറഞ്ഞു, വലൗ അന്നലി കുല്ലി നഫ്സിൻ വലമത് മാ ഫിൽ അർളി ലഫ്തദത് ബി. ഭൂമിയിലുള്ളത് മുഴുവൻ കൊടുക്കാൻ തയ്യാറാവും. അള്ളാഹുവിൻ്റെ മുമ്പിൽ എത്തിപ്പെടുമ്പോൾ ഖുർആൻ ഈ ആയത്തിന്റെ വിശദീകരണം നൽകുന്ന പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു മനുഷ്യന് രണ്ട് ഭൂമി അള്ളാഹു നൽകി. ആ ഭൂമി മുഴുവൻ അള്ളാഹുവെ ഞാനിതാ നിനക്കു നൽകാം, എന്നെ രക്ഷപ്പെടുത്തണം. മറ്റൊരു വിശദീകരണത്തിൽ പറഞ്ഞു, 2 ഭൂമി മുഴുവൻ സ്വർണ്ണാണ്. സ്വർണവും വെള്ളിയും കൊണ്ട് നിറഞ്ഞ ഭൂമിയാണ്. മനുഷ്യന് സമ്പത്തിനോട് എത്ര ആർത്തിയുണ്ട്, എത്ര പുതിയുണ്ട്, എത്ര ആഗ്രഹമുണ്ട്. എന്നാൽ അതുപോലും അള്ളാഹുവെ ഞാനിതാ നൽകാൻ തയ്യാറാണ്. നമ്മളുടെ ചോരയിൽ പിറന്ന നമ്മളുടെ കുരുന്നുകളുണ്ട്, നമ്മളുടെ കരളിൻ്റെ കഷ്ടമായ മക്കളുണ്ട്. അള്ളാഹുവെ എന്നെ രക്ഷപ്പെടുത്തണം, എൻ്റെ മക്കളെ തരാം. പരലോകത്ത് പ്രായശ്ചിത്തം സ്വീകരിക്കില്ല. അത്തരം ഒരു ലോകത്തേക്കാണ് എനിക്കും നിങ്ങൾക്കും പോകാനുള്ളത്. എങ്ങനെയാണ് സഹോദര, എങ്ങനെയാണ് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങേണ്ടത്? ഈ തൗബയെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞപ്പോൾ വഹിയ നദുമുമ്പിൽ ഖൽബ്, മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഖേദമാണ്, കുറ്റബോധമാണ്. കുറ്റബോധത്തോടുകൂടി ചെയ്തുപോയ തിന്മകളെ ഓർത്തിട്ട് മനസ്സ് വേദനിച്ചിട്ട് അള്ളാഹുവിനോടൊന്ന് കരയാൻ, ഇന്നലകളിൽ കഴിഞ്ഞുപോയ ദിനരാത്രങ്ങളിൽ സഹോദര ഒന്ന് കരയാൻ, കണ്ണിൽ നിന്ന് ഒരിറ്റു കണ്ണുനീർ നമ്മളുടെ താടിരോമത്തിലൂടെ ഒലിച്ചിറങ്ങിയിട്ടുണ്ടോ എന്നതിനെ നമ്മൾ പരിശോധിക്കണം. ദുഃഖമുണ്ടാകണം, വേദനയുണ്ടാകണം. വസ്തിഗ്ഫാറുൽ ലിസാൻ, നാവ് കൊണ്ട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കണം. വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ്. ജീവിതത്തിൽ വല്ല ദുൽമും കുറ്റകൃത്യങ്ങളും ചെയ്തു പോയിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും ദുർബല നിമിഷങ്ങളിൽ നമ്മളറിയാതെ ജീവിതത്തിൽ പല തിന്മകളും ചെയ്തു പോയിട്ടുണ്ട്. എന്നാൽ അവൻ അല്ലാഹുവിനോർക്കും. ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം, അവൻ ചെയ്ത തെറ്റ് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തും. ഇസ്തിഗ്ഫാർ നടത്താൻ സഹോദരങ്ങളെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്ത്രീയുടെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. മദീന പള്ളിയിൽ, മദീനയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു വ്യഭിചരിച്ച പെണ്ണ് വരുന്നുണ്ട്. ആ പെണ്ണിൻ്റെ ആ തൗബ എങ്ങനെയെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. വ്യഭിചരിച്ച ഒരു പെണ്ണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നിട്ട് ആ പെണ്ണ് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എന്നിൽ ഹദ്ദ് നടപ്പാക്കണം. ഇസ്ലാമിലെ ശിക്ഷ വ്യഭിചരിച്ച പെണ്ണാണെങ്കിൽ അവളെ എറിഞ്ഞുകൊല്ലുക എന്നതാണ് ഇസ്ലാമിൻ്റെ നിയമം. എറിഞ്ഞുകൊല്ലണം എന്ന് പറയുമ്പോൾ റസൂലുള്ള പറഞ്ഞു, അല്ല പെണ്ണെ, എന്തോ നിന്റെ ഓർമ്മക്കേടുകൊണ്ട് നീ വന്നു പറഞ്ഞതാണ്, തിരിച്ചു പോകണം. ആ പെണ്ണ് തിരിച്ചുപോയി. പിന്നീടും റസൂലിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എന്നിൽ ശിക്ഷ നടപ്പാക്കണം, ഹദ്ദ് നടപ്പാക്കണം. ഞാൻ ഗർഭം ധരിച്ചിട്ടുണ്ട് റസൂലേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് നിരപരാധിയല്ലേ? നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് എന്തു തെറ്റ് ചെയ്തു, എന്തു പാതകം ചെയ്തു? നീ തിരിച്ചു പോകണം. എപ്പോഴാണോ പ്രസവം നടക്കുന്നത് അപ്പോൾ നീ കുഞ്ഞുമായി വരണം. റസൂലുള്ള തിരിച്ചയച്ചു. ആ പെണ്ണ് മനസ്സ് വേദനിച്ചു പോയി. പ്രസവം കഴിഞ്ഞു. ചോര കുഞ്ഞുമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഓടി വരുന്നുണ്ട്. ചോര കുഞ്ഞുമായി ആ സ്ത്രീ റസൂലിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഞാൻ പ്രസവിച്ചിട്ടുണ്ട്, കുഞ്ഞിതാ, ഇനി ഹദ്ദ് നടപ്പാക്കണം, ഇസ്ലാമിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്. റസൂലുള്ള പറഞ്ഞു, പറ്റില്ല, ഈ കുഞ്ഞ് മുലകുടി പ്രായമായ കുഞ്ഞാണ്, ഈ കുഞ്ഞിന് ഉമ്മ നഷ്ടപ്പെടും, അതുകൊണ്ട് നീ തിരിച്ചു പോകണം. ഈ കുഞ്ഞ് വല്ലതും കഴിച്ച് ഒന്ന് നല്ലൊരവസ്ഥയിലെത്തുമ്പോൾ ഈ കുഞ്ഞിനെയും കൊണ്ട് തിരിച്ചു വരണം. റസൂലിൻ്റെ അടുക്കൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ആ പെണ്ണ് പറഞ്ഞൊരു വർത്താനുണ്ട്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ,
ഇസ്ലാമിൻ്റെ ഹദ്, ഈ ദുനിയാവിൽ വെച്ച് അള്ളാഹു ഏർപ്പാട് ചെയ്ത ശിക്ഷ ഏതാണോ അത് ഏറ്റുവാങ്ങാൻ ഞാൻ സന്നദ്ധയാണ്. നോക്കണം, ഈ സൂര്യൻ സത്യമാണെങ്കിൽ, ഈ ചന്ദ്രൻ സത്യമാണെങ്കിൽ, ഈ ഭൂമി സത്യമാണെങ്കിൽ, അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരുക്കി വെച്ചിട്ടുള്ളത്, നരകത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ളത്, വ്യഭിചരിച്ച ഒരു പെണ്ണിന് നരകത്തിൻ്റെ ശിക്ഷ, ആളിക്കത്തുന്ന ശിക്ഷയിൽ ആ പെണ്ണ് നഗ്നയായി പുറത്തേക്ക് തള്ളപ്പെടുമെന്നത് റസൂലേ അങ്ങയുടെ വാക്കുകളാണ്, വഹീൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ചതാണ്. എനിക്ക് പോകാൻ പ്രയാസമുണ്ട് റസൂലേ, ഹദ് നടപ്പാക്കണം. റസൂൽ പറഞ്ഞയച്ചു. മൂന്നാമത്തെ തവണ തൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു റൊട്ടിക്കഷ്ണം കൊടുത്തിട്ട് ആ കുഞ്ഞിനെയും കൊണ്ട് ആ സ്ത്രീ ഓടി വരുന്നുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഇനി മടക്കി അയക്കരുത്. മൂന്നാമത്തെ തവണ അള്ളാഹു നടപ്പിലാക്കുന്ന ശിക്ഷ അത് ഏറ്റുവാങ്ങാൻ ഈ പെണ്ണ് തയ്യാറാണ്. റസൂലെ തയ്യാറാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കുട്ടിയെ കൊണ്ടുവന്നു. കുട്ടിയെ വെച്ചു. ഹദ് നടപ്പാക്കാണ്. എറിഞ്ഞു കൊല്ലാൻ തീരുമാനിച്ചു. ആ പെണ്ണിനെ എറിഞ്ഞു. ആ പെണ്ണിൻ്റെ ശരീരത്തിലേറ്റ കല്ലുകളിൽ നിന്ന്, ശരീരത്തിൽ നിന്ന് രക്തം തെറിച്ച് കൂടി നിന്ന മനുഷ്യരുടെ ശരീരത്തിലേക്ക് വീണപ്പോൾ അവർ പറഞ്ഞുപോയി, വൈഹക്, വ്യഭിചരിച്ച ഒരു പെണ്ണിൻ്റെ രക്തം ഞങ്ങളുടെ ശരീരത്തിലേക്ക് തെറിച്ചു. റസൂലിൻ്റെ മുഖം ചുവന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ചുവന്നു. അവിടുന്ന് റസൂൽ പറഞ്ഞു, എന്താണ് പറഞ്ഞത്? ആ പെണ്ണിൻ്റെ തൗബയുണ്ടല്ലോ, വല്ലാത്തൊരു തൗബയാണ്. പറയരുത്, നിങ്ങളങ്ങനെ പറയരുത്. ഈ മദീനയിലെ 70 പുരുഷന്മാർ അള്ളാഹുവിനോട് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചാലും ഈ പെണ്ണിൻ്റെ തൗബയോളം എത്തില്ല സ്വഹാബത്തെ എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന വലിയ പാഠമുണ്ട്. മനസ്സ് വേദനിച്ച് പരലോകത്ത് എത്തിപ്പെട്ടാലുണ്ടാകുന്ന ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടാണ് ഈമാനുള്ള പെണ്ണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് വന്നത്. ദുനിയാവിലെ ശിക്ഷ ഏറ്റുവാങ്ങാൻ, ഒരു ഇസ്ലാമിക ഭരണകൂടത്തിൽ ഏർപ്പെടുത്തുന്ന ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറുള്ള പെണ്ണ് എങ്ങനെയുള്ള തൗബയാണ്? ഇത്തരം തൗബയാണ് സഹോദര അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ. വ്യഭിചരിച്ച പെണ്ണ് മനസ്സു നൊന്ത് വേദനിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്ന് റബ്ബിനോട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി തിരിച്ചു വേദനിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അത്തരം വേദനയോടെ മനസ്സ് നൊന്ത് ചെയ്തു പോയ നീചവൃത്തികൾ നമ്മൾ ഒരാളോടും പറയാത്തത് നമ്മളുടെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. സഹോദരി, നമ്മൾ ചെയ്ത തിന്മകൾ ഓരോന്നോരോന്നായി കെട്ടുകൾ അഴിച്ച് ഈ റമളാനിൻ്റെ ദിനരാത്രങ്ങളിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. പാപങ്ങൾ പൊറുത്തു കിട്ടണം. സഹോദര, പാപങ്ങൾ പൊറുത്തു കിട്ടിയിട്ടുണ്ടോ? ഈ കഴിഞ്ഞുപോയ ദിനരാത്രങ്ങൾ ഇത്ര കടന്നുപോയിട്ടും നമുക്ക് പാപങ്ങൾ പൊറുത്തു കിട്ടിയിട്ടില്ലെങ്കിൽ വലിയ നഷ്ടക്കാരനാകും, റബ്ബിൻ്റെ ശാപം കിട്ടും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന പള്ളിയുടെ മിമ്പറിലേക്ക് കയറുമ്പോൾ പതിവില്ലാത്ത വണ്ണം 3 ആമീൻ 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 എന്ന് ആവർത്തിച്ചു ചൊല്ലി. സ്വഹാബത്തിന് അത്ഭുതമായി. റസൂലിനോട് ചോദിച്ചു, അല്ല റസൂലെ, എന്തിനാണ് പതിവില്ലാത്ത വണ്ണം ആമീൻ അവിടുന്ന് പറഞ്ഞത്? റസൂലുള്ള പറഞ്ഞത്, മൻ അദ്റക ശഹ്റു റമളാൻ, ഒരുവന്റെ ജീവിതത്തിൽ പരിശുദ്ധ റമളാൻ ലഭിച്ചു, ഫലം യുഗ്ഫിർ ലഹ്, അടിവരയിട്ട് മനസ്സിലാക്കണം, റമളാൻ ജീവിതത്തിൽ ലഭിക്കണമെന്ന് അതിയായി ആഗ്രഹിച്ചവരാണ്, പ്രാർത്ഥിച്ചവരാണ്. ഫലം യുഗ്ഫിർ ലഹ്, എന്നിട്ട് പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ല, അവൻ നരകത്തിലേക്ക് പ്രവേശിക്കട്ടെ, അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ. പ്രാർത്ഥിച്ചതാരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം. മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. എത്ര പവർഫുൾ പ്രാർത്ഥനയാണ്! പവർഫുൾ പ്രാർത്ഥന. എന്തേ? മലക്കുകളുടെ നേതാവിൻ്റെ പ്രാർത്ഥനയാണ്. ഉത്കൃഷ്ടനായ ഒരു മലക്ക് പ്രാർത്ഥിച്ചത് അള്ളാഹുവിൻ്റെ ശാപം ഒരു റമളാൻ ഒരുവൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടാതെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് തിരിച്ചുപോയവന് അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ, സ്വർഗത്തിൽ നിന്ന് അവനെ അകറ്റി നിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിൻ്റെ ഉത്കൃഷ്ട പ്രവാചകൻ, അള്ളാഹു ഈ പ്രപഞ്ചത്തിലേക്ക് നിയോഗിച്ച പ്രവാചകന്മാരിൽ ഉത്കൃഷ്ടനായ ഒരു പ്രവാചകനാണ് ആമീൻ പറഞ്ഞത്. ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് സഹോദരങ്ങളെ. 2 പവർഫുൾ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിച്ചു കഴിഞ്ഞു. ഞാനും നിങ്ങളും ആലോചിക്കണം, നമ്മളുടെ പാപങ്ങൾ ഈ റമളാനിൻ്റെ കഴിഞ്ഞുപോയ ദിനരാത്രങ്ങളിൽ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കാൻ സയ്യിദുൽ ഇസ്തിഗ്ഫാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക എന്ന് തുടങ്ങുന്ന സയ്യിദുൽ ഇസ്തിഗ്ഫാർ, പാപമോചന പ്രാർത്ഥനയുടെ നേതാവെന്നോണം
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. എത്ര പേർക്ക് അറിയും സഹോദരങ്ങളെ? അള്ളാഹുവിനോട് ഇന്നേ വരെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ നടത്താൻ ഞാനും നിങ്ങളും ഒന്ന് മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അതിൻ്റെ പ്രാർത്ഥനയുടെ പൊരുൾ പോലും റസൂലുള്ള പറഞ്ഞത്, ഒരുവൻ രാവിലെ നിർവഹിച്ച് വൈകുന്നേരത്തിന് മുമ്പ് മരണപ്പെട്ടാൽ സ്വർഗാവകാശിയാണ്. ഇനി വൈകുന്നേരം ഒരാൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചെയ്ത് രാവിലെ പുലരുന്നതിന് മുമ്പ് റബ്ബിൻ്റെ വിളിക്കുത്തരം ചെയ്ത് റബ്ബിലേക്ക് യാത്ര ചെയ്താൽ അവന് സ്വർഗമുണ്ട് എന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഈ റമദാൻ അവസാനിക്കുന്നതിന് മുമ്പ് ചെയ്തു പോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും നമുക്ക് പുറത്തു കിട്ടണം. അള്ളാഹുവിനോട് പൊറുക്കലിന് ചോദിക്കണം. ഇനി പിന്നീടാവാം, ദിവസങ്ങളേറെ കഴിഞ്ഞുപോയി, ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു പക്ഷേ അടുത്ത കൊല്ലം പ്രാർത്ഥിക്കാം എന്നൊക്കെ വിചാരിക്കുന്ന മനുഷ്യരുണ്ട്. സഹോദരങ്ങളെ, റമദാനിൻ്റെ ഏറ്റവും നിർണായകമായ ദിവസങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളും പ്രവേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മഗ്‌രിബ് നമസ്കാരത്തോടുകൂടി നമ്മൾ റമദാനിൻ്റെ ഏറ്റവും പവിത്രമായ ദിനരാത്രങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. റസൂലുള്ളാഹ് അതിനെക്കുറിച്ച് പോലും പറഞ്ഞു, കാന ഇദാ ദഖലൽ അശ്ർ. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ദഖലൽ അശ്ർ, റമദാനിൻ്റെ അവസാനത്തെ 10ലേക്ക് പ്രവേശിച്ചാൽ അഹ്യൽ ലൈല, രാത്രിയെ റസൂലുള്ളാഹ് ജീവിപ്പിക്കും. ഉറങ്ങി തീർക്കലല്ല, മറിച്ച് ധാരാളം ഇബാദത്തുകൾ, ഖിയാമുൽ ലൈലും ഖുർആൻ പാരായണവും ദിക്റുകളും ദുആകളുമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയെ സജീവമാക്കും. വഅയ്ഖദ അഹ്ല, തൻ്റെ കുടുംബത്തെ വിളിച്ചുണർത്തും. മക്കളും ഭാര്യയും മറ്റുള്ളവരും കിടന്നുറങ്ങുമ്പോൾ അവർ കിടന്നുറങ്ങട്ടെ, ഞാൻ പള്ളിയിലേക്ക് പോകാം, ഞാൻ പള്ളിയിൽ ഇഅ്തികാഫിരിക്കാം, എനിക്ക് മാത്രം മതി എന്ന് കരുതരുത് സഹോദരങ്ങളെ. എന്തുകൊണ്ട്? യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, വിശ്വസിച്ചവരെ നിങ്ങൾ നരകത്തെ തൊട്ട് നിങ്ങളുടെ തടിയെ കാത്തുകൊള്ളണം. എന്നിട്ട് ഖുർആൻ പറഞ്ഞത്, നിങ്ങളുടെ തടിയും വഖൂദുഹന്നാസു വൽ ഹിജാറ, നിങ്ങളുടെ അഹിലുകാരുടെ തടിയും കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് നിങ്ങൾ കാത്തുകൊള്ളണം. നമ്മുടെ ഭാര്യയെ കൂട്ടാൻ, മക്കളെ കൂട്ടാൻ റസൂലുള്ളാഹ് തൻ്റെ ഭാര്യമാരെ വിളിച്ചുണർത്തി പള്ളിയിലേക്ക് ഇഅ്തികാഫിന് കൊണ്ടുപോകുമായിരുന്നു. വശദ്ദ മിഅ്സറ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മുണ്ട് മുറുക്കി കൊടുത്തു. അതൊരു ഒരുക്കാണ്. നമ്മൾ റമദാൻ വരുന്നതിന് മുമ്പ് റജബിലും ശഅബാനിലും പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ, റമദാനിലേക്ക് എത്തിക്കണം. വളരെ ആവേശമായിരുന്നു. റമദാൻ തുടങ്ങിയപ്പോൾ ഒരുപക്ഷെ പള്ളി നിറഞ്ഞ ആളുകളുണ്ടായിരുന്നു. ഈ പള്ളിയിൽ പോലും 5 സഫ് തറാവീഹിനുണ്ടായിരുന്നു. പിന്നീട് പതിയെ ഈമാനിൻ്റെ ചോർച്ച കാരണം 2.5 സഫിലേക്ക് ചുരുങ്ങിപ്പോയി. എവിടെ പോയി സഹോദരങ്ങളെ ഈമാൻ? റമദാൻ വന്നത് തഖ്വ കൂടാനാണ്. തഖ്വ ചോർന്നു പോകാൻ പാടില്ല. നമ്മളോട് ചോദിക്കണം, ഈ റമദാൻ കിട്ടിയിട്ട് എത്ര കണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കാൻ, തഖ്വ നേടിയെടുക്കാൻ, പള്ളിയിൽ ഇഅ്തികാഫിരിക്കാൻ, സുദീർഘമായി നിന്ന് നമസ്കരിക്കാൻ, ഖുർആൻ പാരായണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ? റസൂലുള്ളാഹ് വീണ്ടും അവസാനത്തെ 10ൽ ഇറങ്ങി എത്തിയാൽ വശദ്ദ മിഅ്സറ, പ്രവാചകന്റെ ഒരുക്കത്തെക്കുറിച്ച് പറയാണ്. എല്ലാ നിലക്കും തൻ്റെ ഉടുമുണ്ട് മുറുക്കി ഉടുത്ത് ഒരു യോദ്ധാവ് ഇറങ്ങുന്നത് പോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബാദത്തിൻ്റെ വിഷയത്തിൽ ഒരു മത്സര ബുദ്ധിയോടെ ഇറങ്ങിയത് നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്ന് ഇഅ്തികാഫാണ്. പള്ളിയിൽ ഇഅ്തികാഫിരിക്കണം. അങ്ങനെ ഇരിക്കുന്നത് റമദാനിൻ്റെ ദിനരാത്രങ്ങളിൽ വമ്പിച്ച പ്രതിഫലമുണ്ട് എന്നത് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് അരമണിക്കൂറോ 1 മണിക്കൂറോ ഒന്നുമല്ല സഹോദരങ്ങളെ. അങ്ങനെയൊക്കെ ഇരുന്നാലും അതിൻ്റെ പുണ്യം കിട്ടും. എന്നാൽ ഒരു പകലും രാത്രിയും അങ്ങനെ ഇഅ്തികാഫ് ഇരിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നത് നമുക്ക് കാണാൻ കഴിയും. കാന യഅ്തകിഫു അൽ അശ്റുൽ അവാഖിർ, റമദാനിൻ്റെ അവസാനത്തെ 10ൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ തവഫാഹുല്ലാഹ്, അല്ലാഹുവിലേക്ക് വിളിക്കുന്നത് വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിൻ്റെ അവസാനത്തെ 10ൽ പള്ളിയിൽ തൻ്റെ ഭാര്യമാരോടൊത്ത് ഇഅ്തികാഫ് ഇരിക്കുമായിരുന്നു എന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ലൈലത്തുൽ ഖദ്റാണ്. ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു ദിനരാത്രം നമ്മുടെ ജീവിതത്തിൽ വരാനുണ്ട്, കഴിഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ട് നിരാശ ഉണ്ടാകാൻ പാടില്ല. അനുഗ്രഹീത രാത്രിയാണ്. ഫീഹി ലൈലത്തുൻ ഖൈറു മിൻ അൽഫി ശഹർ, റമദാനിൽ ഒരു രാത്രിയുണ്ട് സഹോദരങ്ങളെ, അത് 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു രാത്രിയാണ്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, ആ അനുഗ്രഹീത രാത്രിയിലാണ് അല്ലാഹു ഖുർആനിനെ അവതരിപ്പിച്ചത്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ,
ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലാണ്. ഇന്നാ അൻസൽനാഹു, ഖുർആൻ പറഞ്ഞെന്താ? ഇന്നാ അൻസൽനാഹു, നാം അവതരിപ്പിച്ചു, ഹു അതിനെ, ഏതിനെ? ഖുർആനിനെ അവതരിപ്പിച്ച രാത്രിയാണ് ലൈലത്തുൽ ഖദറിന്റെ രാത്രി. ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ പുണ്യം നിറഞ്ഞ ഒരു രാത്രിയെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഇഅ്തികാഫ് ഇരിക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. ആ ഒരു രാത്രിയുടെ പ്രത്യേകത തനസ്സലുൽ മലായിക വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം, അല്ലാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ആകാശത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരും. സമാധാനമാണ് സഹോദരങ്ങളെ, നിർണയത്തിൻ്റെ രാത്രിയാണ്. എല്ലാം നിർണയിക്കപ്പെടും. എല്ലാവരുടെയും നിർണയത്തിൻ്റെ രാത്രി നമുക്ക് പ്രതീക്ഷയോടെ 83 കൊല്ലം ഇബാദത്ത് ചെയ്ത പുണ്യം ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ സഹോദരങ്ങളെ പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ നമുക്ക് സാധിക്കണം. കഴിഞ്ഞുപോയ എത്ര റമദാനുണ്ട്, എത്ര ലൈലത്തുൽ ഖദറിനെ ഞാൻ നിങ്ങളും പ്രതീക്ഷിച്ചിട്ടുണ്ട്. നമ്മുടെ മുൻഗാമികളുടെ ആയുസ് 950 കൊല്ലാണ്. 950 കൊല്ലം ജീവിച്ച് കഴിഞ്ഞുപോയ പൂർവികരുണ്ട്. അവരും നമ്മളും 60 കൊല്ലം ജീവിച്ചവരും 950 കൊല്ലം ജീവിച്ചവരും റബ്ബിൻ്റെ അടുക്കലേക്ക് എത്തുമ്പോൾ എങ്ങനെ തുല്യപ്പെടാനാണ്? റബ്ബ് ചെയ്തു തന്ന വമ്പിച്ച ഓഫറാണ് ഈ ലൈലത്തുൽ ഖദറൊക്കെ. ഒരാൾക്ക് ഒരു റമദാന് ഒരു രാത്രി ലൈലത്തുൽ ഖദർ ലഭിച്ചാൽ 83 കൊല്ലം ഇബാദത്ത് ചെയ്ത പ്രതിഫലമാണ് നമുക്കുള്ളത്. നിന്ന് നമസ്കരിച്ചവന് 83 കൊല്ലം നമസ്കരിച്ച പ്രതിഫലമുണ്ട്. നോമ്പെടുത്തവനുണ്ട്, ഖുർആൻ ഓതിയവനുണ്ട്. വമ്പിച്ച പ്രതിഫലമാണ്. ഈ ഓഫർ നഷ്ടാകരുത്. എപ്പോഴാണ് പ്രതീക്ഷിക്കേണ്ടുന്നത്? ഇൽതമിസുഹാ ഫിൽ അശ്റിൽ അവാഖിർ, റമദാനിൻ്റെ അവസാനത്തെ 10 നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക. ലൈലത്തുൽ ഖദർ ഫി താസിഅ, ഒന്നുകിൽ അത് 29, അല്ലെങ്കിൽ ഫി സാബിഅ 27, ഫിൽ ഖാമിസ 25, അല്ലെങ്കിൽ 21 എന്നൊക്കെ ഹദീസുകൾ കാണാം. ഒറ്റയിട്ട രാവുകളിലും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് മുഴുവൻ സമയവും അവസാനത്തെ 10 ഇഅ്തികാഫ് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഒരു വ്യാപക പ്രചരണം നടക്കുന്നത് ലൈലത്തുൽ ഖദർ 27നാണ്. ലൈലത്തുൽ ഖദർ ഉണ്ടാകുന്നത് ഒരുപക്ഷെ റമദാനിൻ്റെ 27 രാവിലാണ്. എല്ലാവരും പള്ളിയിൽ കൂടണം. അതല്ലെങ്കിൽ പല മഹല്ലുകൾ കേന്ദ്രീകരിച്ച് പല പാടത്തും പറമ്പിലും ഒക്കെ നിങ്ങൾ ഒരുമിച്ച് കൂടി തൗബയുടെ വാചകങ്ങൾ ആരോ പറയുമ്പോൾ അതിങ്ങനെ കേട്ട് ചൊല്ലി ഒന്ന് മനസ്സ് കുളിർത്ത് പോകലല്ല സഹോദര, മറിച്ച് തൗബ വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത്ത് ഐനാഹു, ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി ഒറ്റക്കിരുന്ന് ആരും കാണാതെ റബ്ബിൻ്റെ മുമ്പിൽ കരഞ്ഞവനാരാണോ? വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത്ത് ഐനാഹു, കണ്ണ് നനയണം, മനസ്സു തേങ്ങണം, മനസ്സ് വേദനിക്കണം. ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റ് ഒരാളും കേൾക്കണ്ട, ഒരാളും അറിയണ്ട, ഒരു ഉസ്താദിനോടും പറയണ്ട. സ്വന്തം ചെയ്ത തെറ്റുകൾ അവനവന് മാത്രമാണ് അറിയുക. പലതും രഹസ്യമാണ്, ഒരാളോടും പറയാൻ കൊള്ളരുതാത്തതുണ്ട് സഹോദരങ്ങളെ. അതൊക്കെ അറിഞ്ഞു പോയാൽ വഷളാകും. ഉമ്മാൻ്റെ മുമ്പിൽ, വാപ്പാൻ്റെ മുമ്പിൽ, അതല്ലെങ്കിൽ ഭാര്യയ്ക്ക് മുമ്പിൽ എല്ലാവരും വഷളാകും. മുണ്ടിട്ട് നടക്കേണ്ട ഗതി വരും. എന്നാൽ ഒരാളോടും പറയണ്ട. ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നാഥൻ്റെ മുമ്പിൽ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കലേ പരിഹാരമുള്ളൂ. പ്രാർത്ഥിക്കലേ പരിഹാരമുള്ളൂ. മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടുന്ന ഏറ്റവും നല്ല സുദിനങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് റമദാനിനെ സ്വീകരിക്കാൻ ഇനിയുള്ള ദിനരാത്രങ്ങളിൽ കൂടുതൽ ഇബാദത്തുകളുമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അദീം ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റമദാനിൽ നോമ്പനുഷ്ഠിക്കാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്തതിൻ്റെ സന്തോഷത്താലും റബ്ബിന് നന്ദി ചെയ്യുക എന്ന അർത്ഥത്തിലും റമദാനിലെ നോമ്പിൽ വന്ന വീഴ്ചകളൊക്കെ പരിഹരിക്കുവാനുമാണ് സകാത്തുൽ ഫിത്ർ ഇസ്ലാം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത് എല്ലാവരും കൊടുക്കേണ്ടതാണ്, എല്ലാവരും കൊടുക്കണം. തൻ്റെ ആ ദിവസത്തെ പെരുന്നാളിൻ്റെ ദിവസത്തെ ചെലവ് കഴിച്ച് മിച്ചം വരുന്നവർ ആരൊക്കെയുണ്ടോ അവരൊക്കെ സകാത്തുൽ ഫിത്ർ കൊടുക്കണം. എന്തിനാണ് സകാത്തുൽ ഫിത്ർ? തുഹ്റത്തുൽ ലിസാഇം, നോമ്പുകാരൻ്റെ ശുദ്ധീകരണമാണ്. ഒട്ടേറെ തിന്മകളും അബദ്ധങ്ങളും നോമ്പിൽ വന്നു പോയിട്ടുണ്ട്. അതൊക്കെ പുറത്തു കിട്ടാൻ, പരിഹരിക്കപ്പെടാനാണ് സകാത്തുൽ ഫിത്ർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മീനൽ ലഗ്വി വറഫത്ത്, വീഴ്ചകളും പാപങ്ങളും പരിഹരിക്കപ്പെടാനാണ് സകാത്തുൽ ഫിത്ർ. വതുഅമത്തുൽ ലിൽ മസാകീൻ, പാവങ്ങൾക്കുള്ള ഭക്ഷണമാണ്.
ആ ദിവസം, പെരുന്നാളിൻ്റെ ദിവസം ഒരാളും പട്ടിണി കിടക്കാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും പട്ടിണി കിടന്നാൽ നമ്മളുടെ പെരുന്നാൾ ബാത്തിലാണ്, നമ്മളുടെ പെരുന്നാൾ ബാത്തിലാണ്. ഒരാളും ജീവിതത്തിൽ നമ്മളുടെ പ്രദേശത്ത് ഒരാളും പട്ടിണിയാകാൻ പാടില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ ഒരു വിഷയം നേരത്തെ കൂട്ടി സൂചിപ്പിച്ചത്, അതിനൊക്കെ ഒരു ഒരുക്കം നടത്തണം. അത് പ്രത്യേകിച്ച് സംഘടിതമായിട്ടാണ് സക്കാത്തുൽ ഫിത്തറും നമ്മളുടെ ഓരോരുത്തർക്കും അത് വിതരണം ചെയ്യാമെങ്കിലും അതൊക്കെ ഒരു സക്കാത്തിൻ്റെ വിഷയം വരുമ്പോൾ അതൊക്കെ സംഘടിതമായി പ്രയാസങ്ങൾ പരിഹരിക്കാൻ ഏത് പ്രദേശത്താണോ അത്തരത്തിലുള്ള സംരംഭങ്ങൾ നടത്തപ്പെടേണ്ടത് അതൊക്കെ ചെയ്യാൻ ലഭിക്കുന്ന ഏറ്റവും നല്ല അവസരമാണ്. അതുകൊണ്ട് ഒരാളുടെ ഓഹരി 150 രൂപയാണ്. ഈ പള്ളിയിലും അതിൻ്റെ കളക്ഷൻ ശേഖരിക്കുന്നുണ്ട്. കൃത്യമായി അതിൻ്റെ ഭക്ഷണം സാധനം വാങ്ങി കൃത്യമായി അവകാശപ്പെട്ട ആളുകൾക്ക് നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. അതിന് ഈ പള്ളിയുടെ ഭാരവാഹികളുമായി ബന്ധപ്പെടണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, ആയിരങ്ങൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഞാൻ ഈ മിമ്പറിലേക്ക് കയറുന്നതിന് മുമ്പ് പോലും വളരെ പ്രയാസം സഹിച്ച് വേദന കൊണ്ട് പ്രയാസപ്പെടുന്ന, സാമ്പത്തികമില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി ആളുകളുണ്ട് സഹോദരങ്ങളെ. പലരും പറയാൻ തന്നെ മടിയാണ് പലരോടും. തൻ്റെ ജീവിതം പോലും പ്രയാസത്തിലാണ്. ഒരു നേരത്തെ ഭക്ഷണം, നമ്മളൊക്കെ ഈ സമയം ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്യുമ്പോൾ നമുക്ക് നേർക്കുനേരെ ആളുകൾ പ്രയാസം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ കാത്തിരുന്നതാണ്. കടയിൽ വലിയ ബാധ്യത വന്നപ്പോൾ കടക്കാരൻ ഈ റമദാനിൽ ഇനി നിങ്ങൾക്ക് ഭക്ഷണം ഇല്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. അപ്പോഴാണ് ഈ ഭക്ഷണ കിറ്റ് വന്നത് എന്നൊക്കെ പറഞ്ഞ് വലിയ സന്തോഷത്തിൽ ഇത് സ്വീകരിച്ചവരുണ്ട്. അങ്ങനെ വേദനിക്കുകയും പ്രയാസങ്ങൾ പെടുകയും ചെയ്യുന്ന ആളുകൾക്ക് ഈ റമദാനിൽ നമ്മൾ മനസ്സറിഞ്ഞ് സഹായിക്കണം. ഒരിക്കലും ദാനം നിങ്ങളുടെ സമ്പത്തിനെ കുറയ്ക്കുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വമാ അൻഫഖ്തും മിൻ നഫഖ, നിങ്ങൾ ഏതൊന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചാലും അതിനൊക്കെ ഫയുഖ്ലിഫു, അള്ളാഹു പകരം നൽകും. എത്രത്തോളം? 7, 70, 700 റബ്ബ് പകരം നൽകുമെന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാണ് സഹോദരങ്ങളെ. എല്ലാ ദിവസവും 2 മലക്കുകൾ ആകാശത്തു നിന്ന് ഇറങ്ങി വരും. അള്ളാഹു മഅതി മുൻഫികൻ ഖലഫ, ചിലവഴിക്കുന്നവന് അള്ളാഹുയെ യഥേഷ്ടം നൽകിക്കൊണ്ടിരിക്കണം. അള്ളാഹു മഅതി മുംസികൻ തലഫ, മറ്റൊരു മലക്ക് പ്രാർത്ഥിക്കുന്നത് പിശുക്ക് കാണിക്കുന്നവൻ അള്ളാഹുയെ നീ പിടിച്ചു വെക്കണം എന്നതാണ്. സഹോദരങ്ങളെ, കൊടുക്കുന്നവന് വേണ്ടി പ്രാർത്ഥിക്കാൻ മലക്കാണ്. പിശുക്ക് കാണിച്ച് കൊടുക്കാതെ വെച്ചിരുന്നാൽ നമ്മുടെ സമ്പത്തിൽ കുറവാണ് വരിക. കൊടുത്തു നോക്കിയാൽ വമ്പിച്ച അനുഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ലഭിക്കും. ആ അനുഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, നമ്മളുടെ ഒരു മതവിജ്ഞാന സ്ഥാപനം ജാമിഅ അൽ ഹിന്ദുൽ ഇസ്ലാമിയ, അത് അൽഹംദുലില്ലാ 100 കണക്കിന് ദാഇമാരെ ഖുർആൻ പഠിക്കുന്ന, ഹദീസ് പഠിക്കുന്ന, യഥേഷ്ടം ഇതൊക്കെ കാണാതെ പഠിച്ച് ബൈഹാർട്ട് ചെയ്യുന്ന പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന ഒരു മഹാസംരംഭം ജാമിഅ അൽ ഹിന്ദുൽ ഇസ്ലാമിയ മിനി ഊട്ടി എന്ന സ്ഥലത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിലവിൽ 750 കുട്ടികളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആൺകുട്ടികളും പെൺകുട്ടികളും വ്യത്യസ്ത പ്രായത്തിലുള്ള കുട്ടികളാണ് അവിടെ പഠനം നടത്തുന്നത്. മാസങ്ങളും അതുപോലെ ഒരു വർഷത്തിൽ പോലും 4 കോടി രൂപയാണ് ചെലവ്. അധ്യാപകരുടെ ശമ്പളവും അതുപോലെ തന്നെ കുട്ടികളുടെ ഭക്ഷണവും എല്ലാം ഫ്രീ ആണ്. അങ്ങനെ ഒരു വലിയ സംരംഭം നടത്തുമ്പോൾ അതിനെ സഹായിക്കേണ്ട ബാധ്യത വിശ്വാസികളെന്ന നിലക്ക് നമുക്കാണ്. എത്ര കൊടുക്കുന്നുവോ അതിനൊക്കെ പകരം അള്ളാഹു നൽകും സഹോദരങ്ങളെ. ആ ഒരു മനസ്സ് വെച്ച് ഇത്തരം സ്ഥാപനങ്ങൾക്ക് കാര്യമായി സഹായിക്കണം. ഒരു മാസത്തിൽ തന്നെ 40 ലക്ഷം രൂപയോളം ചെലവ് വരുന്ന ഒരു വലിയ സംരംഭം അൽഹംദുലില്ലാ വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ റമദാനിൽ മിക്കപ്പോഴും പള്ളികളിൽ നിന്നുള്ള കളക്ഷനാണ് ഈ സ്ഥാപനം അൽഹംദുലില്ലാ മുന്നോട്ട് പോകുന്നത്. ഒരുപക്ഷെ നമ്മളൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും കൊടുക്കുന്നവർ മനസ്സറിഞ്ഞു കൊടുത്ത് ഇന്നേ വരെ റബ്ബിൻ്റെ തൗഫീഖിനാൽ ഈ സ്ഥാപനം ഒരു തടസ്സവും ഇല്ലാതെ റബ്ബിൻ്റെ തൗഫീഖിനാൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും റബ്ബ് കൊണ്ടുപോകും. അതിലൊരു കണ്ണികളാകാൻ അവസരം ലഭിക്കുമ്പോൾ അതിൽ ഒന്ന് കണ്ണിയായി ചേരാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ഇന്ന് നമ്മളൊരു ഇഫ്താർ സംഗമം അൽഹംദുലില്ലാ കുടുംബസമേതം എല്ലാവരും, ഈ പള്ളിയിൽ വന്ന മുഴുവൻ സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും കുട്ടികളും എല്ലാവരും ഇന്ന് നമ്മളൊരു ഇഫ്താർ സംഗമം 5 മണിക്ക് നമ്മൾ നടത്തുന്നുണ്ട്. ഒരു മതവിജ്ഞാന ക്ലാസ്സോട് കൂടിയിട്ടാണ് നമ്മൾ നടത്തുന്നത്. അതുകൊണ്ട് അതിലെല്ലാവരും ഭാഗവാക്കാക്കണം. ഇതൊരു ക്ഷണമായി സ്വീകരിച്ച് നിങ്ങൾ കുടുംബത്തോടു കൂടി ഇവിടെ വരണം. നോമ്പ് തുറയോടുകൂടി നമുക്കത് പിരിയാൻ കഴിയും. അൽഹംദുലില്ലാ നമ്മളുടെ എല്ലാ ഇബാദത്തുകളും
അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുമാറാകട്ടെ. നമ്മൾ ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ തിന്മകളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ അള്ളാഹുയെ നീ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. ഞങ്ങളുടെ മരണത്തിൻ്റെ സമയം കലിമത്തു ഷഹാദ ഉച്ചരിച്ച് മരിക്കുവാനുള്ള ഭാഗ്യം അള്ളാഹുയെ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും ആദർശ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും അള്ളാഹുയെ നീ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും അള്ളാഹുയെ നീ ആജിലായ ശിഫ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അള്ളാഹുയെ അവർക്ക് മനക്കരുത്ത് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഗസയിലെ വിശ്വാസികളായ ആളുകളെ ഓരോ നിമിഷവും ബോംബ് വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്, മിസൈൽ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്, റോക്കറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളാണ് റബ്ബിൻ്റെ വിളിക്കുത്തരം ചെയ്തു പോകുന്നത്. അള്ളാഹുയെ അവർക്ക് മനക്കരുത്ത് നൽകണേ റഹ്മാനെ, അവർക്ക് സമാധാനം നൽകണേ റഹ്മാനെ. ഈ റമദാനിൻ്റെ ദിനരാത്രങ്ങളിൽ അവർ ചെയ്യുന്ന ഇബാദത്തുകൾ അവർക്ക് വലിയ കരുത്തും മുതൽക്കൂട്ടുമാക്കണേ റഹ്മാനെ. അവർക്ക് ആശ്വാസവും സമാധാനവും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബ ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ഇന്നനാ آمنا فاغفر لنا ذنوبنا وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.